നല്ലൊരു സിനിമ, ഒരു നന്മയുള്ള സിനിമ. ഐഷബിൻ നന്നായിട്ട് അഭിനയിച്ചു. സർക്കാർ ഉദ്യോഗസ്ഥന്മാരായി സിനിമ കാണണ്ടേ. ആരോഗ്യ വകുപ്പിലുള്ള ആളുകൾ മാത്രമേ സിനിമ കണ്ടാൽ മതി. ശരിക്കും ഒരു കണ്ടാലും നാട് നന്നാണ് വിഷയമുള്ളൂ. ഈ സിനിമ ഇങ്ങനെ പറയുമ്പോൾ ഐഷബിൻ നന്നായിട്ട് അഭിനയിച്ചു. നല്ലൊരു സിനിമ. ഈ മൂവി നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും മാക്സിമം തിയേറ്ററിൽ പോയി തന്നെ കാണുക, സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. അച്ഛനാണ് ശങ്കുരത്തോടെ പറയുന്നത്. എന്റെ അച്ഛനാണ്. എന്റെ മോളെ തന്നെയാണ്. അച്ഛൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നത്. അച്ഛൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നത്. നന്നായിട്ടുണ്ട്. മോളെ നന്നായിട്ട് ചെയ്തിട്ട് പടം മൊത്തത്തിൽ അടിപൊളിയാണ്. എല്ലാവർക്കും ഒരു ഫീൽ വരുന്നൊരു കഥാപാത്രം ശരിക്കും ഞാൻ ഇവളുടെ അച്ഛനായിട്ട് ജീവിക്കുന്നതായിരുന്നു എന്ന് തോന്നുന്നു. ഇതിൽ അഭിനയിച്ച കുട്ടിയുടെ അച്ഛനാണ്. നല്ലൊരു നടിയെ നമുക്ക് കിട്ടിയിട്ട് അല്ലേ? നല്ല കൊച്ചിന്റെ പെർഫോമൻസ് ഗംഭീരമായി കേട്ടോ. അടിപൊളിയായിട്ട് അഭിനയിച്ചു. അപ്പം ഞങ്ങളെ കണ്ണ് നനയണ ഒരു രംഗമായി ഫീൽ ചെയ്തു. അഭിലാഷം ഭാവിയിലെ ഒരു വലിയൊരു നടിയായിട്ട് തീരാനുള്ള എല്ലാവിധ സാധ്യതകളുണ്ടല്ലേ? ഇത് സാധാരണ എന്ന് വെച്ചാൽ ഈ അവാർഡ് പടങ്ങളൊക്കെ ചെറിയ ബോറടി ഉണ്ടാവും. പക്ഷെ ഇത് ബോറടിക്കാണ്ടിരുന്ന് കണ്ടു. ഇനിയും ഉണ്ടാവുന്ന പ്രതീക്ഷ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒരുപാട് നേരം വേണമെന്ന് പ്രതീക്ഷ. നമ്മളെ ഈ ഒരു കലാകാരിയില് വലിയൊരു കലാകാരി ഒളിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലായില്ലേ? പിന്നെ ഫെസ്റ്റിവലിന് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാറിന് വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. നല്ല സുഹൃത്താണ് എൻ്റെ ഡയറക്ടർ. കൊച്ചിയിലെ താരങ്ങളൊക്കെ ഇനി ഇറങ്ങാൻ പോവാണ് സാറിൻ്റെ നല്ലൊരു മൂവി. അപ്പോൾ ഇതെന്തായാലും ഫെസ്റ്റിവലിന് പോയി ഗംഭീരമായിട്ട് തിരിച്ചു വന്നത്. ഒരു കുട്ടി അഞ്ചു അല്ലേ? അഞ്ചു എന്നുള്ള കാര്യം ചെയ്ത് വളരെ നന്നായിട്ട് വളരെ വെരി ഗുഡ്. ഈ ക്യാൻസറിനെ പേടിക്കണ്ട എന്നുള്ളൊരു സന്ദേശം വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കണ്ടൽക്കാടുകളുടെ വളർത്തേണ്ടതിൻ്റെയും അതിനെക്കുറിച്ചൊക്കെ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്രൊഡ്യൂസർ എൻ്റെ ഫ്രണ്ടാണ്, സതീശൻ എൻ്റെ ഫ്രണ്ടാണ്, ചേച്ചി എൻ്റെ ഫ്രണ്ടാണ്. എന്തായാലും എല്ലാ ആശംസകളും. നല്ല എല്ലാ ഫെസ്റ്റിവലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല ഒരുപാട് അവാർഡുകൾ കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഈ സിനിമയ്ക്ക്. എല്ലാ ആശംസകളും. രാജേഷ് കോബ്ര എടുത്ത് പറയണം, കാരണം അത്രയും ആള് കാരണമാണ് സെറ്റ് ഭയങ്കര കോമഡി ആയിരുന്നു. നല്ല രസമാണ്. ഫസ്റ്റ് അഭിനയിക്കാൻ വന്നിട്ട് സിനിമ ജീവിതം അങ്ങനെ ഉണ്ടായിരുന്നു? പൊളിയായിരുന്നു. ഞാൻ ഫസ്റ്റ് വന്നപ്പോൾ ഞാൻ ഡയറക്ടേഴ്സോട് പറഞ്ഞു, എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ടെങ്കിൽ പറയണം, എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ പറയണം. കാരണം ഫസ്റ്റ് ആയതുകൊണ്ട് നല്ല രീതിക്ക് തന്നെ പേടിയുണ്ടായിരുന്നു പറഞ്ഞു. പക്ഷെ അദ്ദേഹം നല്ല രീതിക്ക് തന്നെ ചെയ്യിച്ച് നല്ല നമുക്ക് മെൻ്റലി നല്ല സപ്പോർട്ട് തന്നിട്ട് നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ പലപ്പോഴും കൊമേഴ്സ്യൽ ഫിലിംസിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, എന്ന് വെച്ചാൽ മണി മേക്കിംഗ് എന്ന് പറയുന്നത്. പക്ഷേ കൊമേഴ്സ്യൽ ഫിലിമിനോടൊപ്പം നമ്മൾ സാധാരണഗതിയിൽ പറയും ആത്മീയ നോളജ് കരസ്ഥമാക്കണം, ആത്മാവിനെക്കുറിച്ച് അറിയണം, ഭൗതികമായ അറിവും കരസ്ഥമാക്കുന്നതിനോടൊപ്പം ആത്മീയ അറിവ്. ഞാൻ പറയും ആത്മീയ അറിവിനോടൊപ്പം ഭൗതിക അറിവുമാണ്. ഈ രണ്ടും കൂടെ ഉണ്ടെങ്കിലാണ് ജീവിതം സ്വർഗമാകുന്നത്. അപ്പോൾ നമ്മുടെ കൊമേഴ്സ്യൽ ഫിലിമിനെ കാണുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിനോടൊപ്പം ഈ അക്കാഡമി ലെവലായിട്ടുള്ള ഈ ഓഫ് ബീറ്റ് ഫിലിംസ് എന്ന് വെച്ചാൽ അവാർഡ് ഫിലിം എന്ന് പറഞ്ഞാൽ തള്ളിക്കളയല്ല, അതും കൂടെ നമ്മൾ കാണാനും പ്രോത്സാഹിപ്പിക്കാനും തയ്യാറാണ്.